ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമ്മൂസ് ലേണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 6th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ആണ്. അതിലെ 6th ചാപ്റ്റർ വേൾഡ് ഓഫ് ഡൈവേഴ്സിറ്റീസ്, വൈവിധ്യങ്ങളുടെ ലോകം. നമുക്കറിയാം, നമ്മുടെ ലോകം എന്ന് പറയുന്നത് വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് അല്ലേ? സസ്യജാലങ്ങളും ജന്തുജാലങ്ങളും മനുഷ്യരുടെ ജീവിത രീതിയും എല്ലാം വ്യത്യസ്തത നിറഞ്ഞതാണ്. നിങ്ങൾ ഈ പിക്ചർ നോക്കൂ. ഇതിൽ കാണുന്ന സസ്യജാലങ്ങളെല്ലാം വ്യത്യസ്തത നിറഞ്ഞതാണ് അല്ലേ? എന്താണ് കാരണം? ഓരോ പ്രദേശത്തെയും ക്ലൈമറ്റിനനുസരിച്ചാണ് അവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതി, അതുപോലെ അവിടെ കാണുന്ന സസ്യജന്തുജാലങ്ങൾ. മനസ്സിലായോ? റീജിയൻസ് ഓൺ ദ എർത്ത് സർഫസ് ദാറ്റ് ഷെയർ ഓൾമോസ്റ്റ് സിമിലർ ക്ലൈമാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ആർ നോൺ ആസ് ക്ലൈമാറ്റിക് റീജിയൻ. എർത്ത് സർഫസിൽ ഒരേ കാലാവസ്ഥാ സവിശേഷതകളുള്ള പ്രദേശങ്ങളെയാണ് ക്ലൈമാറ്റിക് റീജിയൻ, അതായത് കാലാവസ്ഥാ മേഖല എന്ന് പറയുന്നത്. വാട്ട് ഈസ് ക്ലൈമാറ്റിക് റീജിയൻ? Regions on the earth surface that share almost similar climatic characteristics are known as climatic region. മനസ്സിലായല്ലോ? അതുപോലെ എല്ലാ കോണ്ടിനെൻസിലും, നിങ്ങൾ കോണ്ടിനെൻസ് പഠിച്ചിട്ടില്ലേ? 7 കോണ്ടിനെൻസ് ഏതൊക്കെയാണ്? ഏഷ്യ, ആഫ്രിക്ക, സൗത്ത് അമേരിക്ക, നോർത്ത് അമേരിക്ക, യൂറോപ്പ്, അന്റാർട്ടിക്ക ആൻഡ് ഓസ്ട്രേലിയ അല്ലേ? ഇങ്ങനെ 7 കോണ്ടിനെൻസ് ഉണ്ട്, 7 വൻകരകൾ. ഈ ഓരോ വൻകരകളിലും ഡിഫറെൻറ്റ് ക്ലൈമറ്റ്സ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? ഓരോ കോണ്ടിനെൻറ്റിലും ഡിഫറെൻറ്റ് ക്ലൈമറ്റിക് റീജിയൻസ് ആണുള്ളത്. ഓരോ വൻകരകളിലും വ്യത്യസ്ത കാലാവസ്ഥാ മേഖലകളാണുള്ളത്. അതിനനുസരിച്ച് അവിടുത്തെ ക്ലൈമറ്റ്സ് ചേഞ്ച് ചെയ്യും. ഇങ്ങനെ ഓരോ മേഖലകളെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് ഹോട്ട് ആൻഡ് റെയിനി ലാൻഡ്സ്. ഹോട്ട് ലാൻഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? ചൂട് കൂടിയ പ്രദേശങ്ങൾ. റെയിനി ലാൻഡ് എന്ന് പറയുമ്പോൾ മഴയുള്ള പ്രദേശങ്ങൾ. ഹോട്ട് ആൻഡ് റെയിനി ലാൻഡ് അല്ലേ? മഴയോട് കൂടിയ ഉഷ്ണഭൂമികൾ. ഈ മേഖലയിലെ ജനങ്ങളുടെ ജീവിത രീതിയും അവിടുത്തെ സവിശേഷതകളും നോക്കാം. ചിത്രത്തിൽ കാണുന്നത് വേട്ടയാടലിന് തയ്യാറായി നിൽക്കുന്ന പിഗ്മീസ് ആണ്. ആരാണ് പിഗ്മീസ്? ആഫ്രിക്കയിലെ കോങ്കോ നദീതീരങ്ങളിൽ വസിക്കുന്നവരാണ് പിഗ്മീസ്. കാടുകളിലാണ് വസിക്കുന്നത്, ഫോറസ്റ്റ് ഡ്വല്ലേഴ്സ് ആണ്. അവരുടെ പ്രത്യേകത എന്താണ്? ദേ യൂഷ്വലി ഹാവ് എ ഷോർട്ട് സ്റ്റാച്ചർ ആൻഡ് ഡാർക്ക് കോംപ്ലക്ഷൻ. കറുത്ത നിറത്തോടു കൂടിയ പൊക്കം കുറഞ്ഞ ശരീരപ്രകൃതിയുള്ളവരാണ് പിഗ്മീസ്. അവരുടെ മെയിൻ ഫുഡെന്ന് പറയുന്നത് കസാവ, അതായത് ടപ്പിയോക്കയാണ്, മരിച്ചീനി. ദേ ഓൾസോ ഈറ്റ് 100 മീറ്റ് ആൻഡ് ഗാദേഡ് ഫ്രൂട്ട്സ്. വേട്ടയാടുന്ന അനിമൽസും അവർ ശേഖരിക്കുന്ന ഫ്രൂട്ട്സുമാണ് അവരുടെ ആഹാരം. ദേ ഓഫൺ വിയർ ഡിയർ സ്കിൻ ഓർ ലീവ്സ് ആസ് ക്ലോത്ത്സ്. ഇലകളും വേട്ടയാടുന്ന മാനിൻ്റെ തോലുമാണ് വസ്ത്രമായി ധരിച്ചിരുന്നത്. അതുപോലെ മരങ്ങളുടെ ചില്ലയും വീതി കൂടിയ ഇലകളും കൊണ്ട് സെമി സർക്കുലർ ഹൗസസ് ആണ്, അർദ്ധവൃത്താകൃതിയിൽ വീടുകൾ ഉണ്ടാക്കി താമസിച്ചിരുന്നു. ദേ ഡിയർലി ലവ് ആൻഡ് കെയർ ഫോർ ദ ഫോറസ്റ്റ്. വനങ്ങളെ അവർ അമിതമായി സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തു. ഇതൊക്കെയാണ് പിഗ്മീസിൻ്റെ ജീവിത രീതി. മനസ്സിലായോ? അവരുടെ പ്രകൃതിയുമായി ഇണങ്ങുന്ന രീതിയിലുള്ള വസ്ത്രവും വീടും ജീവിത രീതിയുമാണ് പിഗ്മീസിനുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഹൗ ഡസ് ദ നാച്ചർ ഇൻഫ്ലുവൻസ് ദ പിഗ്മീസ് ലൈഫ് സ്റ്റൈൽ? പിഗ്മീസിൻ്റെ ലൈഫ് സ്റ്റൈലിനെ പ്രകൃതി എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? അപ്പോൾ നമുക്കിതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. നൈം ദ റേഷ്യൽ ഗ്രൂപ്പ് സീൻ വൺലി ഇൻ ദ കോങ്കോ റിവർ ബേസിൻ ഇൻ ആഫ്രിക്ക. മനസ്സിലായോ? ആഫ്രിക്കയിലെ കോങ്കോ നദീതീരങ്ങളിൽ കാണുന്ന വർഗ്ഗക്കാരാരാണ്? പിഗ്മീസ്. ഹൗ ഡസ് ദ നാച്ചർ ഇൻഫ്ലുവൻസ് ദ പിഗ്മീസ് ലൈഫ് സ്റ്റൈൽ? എങ്ങനെയാണ് പിഗ്മീസിൻ്റെ ലൈഫ് സ്റ്റൈലിനെ പ്രകൃതി സ്വാധീനിക്കുന്നത്? ദ പിഗ്മീസ് ഹാവ് ഷോർട്ട് സ്റ്റാച്ചർ ആൻഡ് ഡാർക്ക് കോംപ്ലക്ഷൻ. Cassava is their staple food. They also eat 100 meat and gathered fruits. They often wear deer skin or leaves as clothes. They build semicircular houses out of branches of trees and broad leaves. They dearly love and care for the forest. ഇതിൽ നിന്നും നമുക്ക് എന്തു മനസ്സിലാക്കാം? പിഗ്മീസിൻ്റെ ജീവിത രീതിയെ പ്രകൃതി നല്ല രീതിയിൽ സ്വാധീനിക്കുന്നു. മനസ്സിലായോ? നമ്മൾ പറഞ്ഞു ഈ പിഗ്മീസ് താമസിക്കുന്നത് ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിലെ കോങ്കോ നദീതീരത്താണ്, കോങ്കോ റിവർ ബേസിൻസിലാണ്. എങ്കിൽ ഈ കോങ്കോ റിവർ ബേസിൻസിൻ്റെ ഫീച്ചേഴ്സ്, പ്രത്യേകതകൾ എന്താണ്? ഹൈ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ത്രൂ ഔട്ട് ദ ഇയർ ആൻഡ് ഡെയിലി ആഫ്റ്റർനൂൺ ഷവേഴ്സ് വിത്ത് തണ്ടർ ആൻഡ് ലൈറ്റനിങ്. വർഷം മുഴുവനും ഉയർന്ന ടെമ്പറേച്ചറാണ്, അതുപോലെ ഉച്ച കഴിയുമ്പോൾ ദിവസവും ഇടിയും മിന്നലോട് കൂടിയ മഴ. ഡെൻസ് എവർഗ്രീൻ വെജിറ്റേഷൻ കൺസിസ്റ്റിംഗ് ഓഫ് ബിഗ് ട്രീസ്, ക്ലൈംബേഴ്സ്, തിക്ക് അണ്ടർഗ്രോത്ത്, മോസ്, വാൻഡ ആൻഡ് സോവൺ. അവിടുത്തെ സസ്യജാലങ്ങൾ എങ്ങനെയാണ്? ഇടതൂർന്ന വലിയ മരങ്ങൾ, ക്ലൈംബേഴ്സ്
വള്ളിച്ചെടികൾ, തിക്ക് അണ്ടർഗ്രോത്ത് അടിവേരുകൾ, മോസ് പായൽ ചെടികൾ, വാൻഡ മരവാഴ ഇതെല്ലാം അവിടുത്തെ സസ്യജാലങ്ങളാണ്. അതുപോലെ ഡൈവേഴ്സ് ഫോണ. ഫോണ എന്ന് പറയുമ്പോൾ ജന്തുജാലങ്ങളെയാണ്. ഫ്ലോറ എന്ന് പറയുമ്പോൾ സസ്യജാലങ്ങൾ, ഫോണ എന്ന് പറയുമ്പോൾ വൈവിധ്യമാർന്ന ജന്തുജാലങ്ങൾ. മനസ്സിലായോ? അപ്പോൾ എന്തൊക്കെയാണ് കോങ്കോ റിവർ ബേസിൻ്റെ പ്രത്യേകതകൾ? ഹൈ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ത്രൂ ഔട്ട് ദ ഇയർ ആൻഡ് ഡെയിലി ആഫ്റ്റർനൂൺ ഷവേഴ്സ് വിത്ത് തണ്ടർ ആൻഡ് ലൈറ്റനിങ്, ഡെൻസ് എവർഗ്രീൻ വെജിറ്റേഷൻ കൺസിസ്റ്റിംഗ് ഓഫ് ബിഗ് ട്രീസ്, ക്ലൈംബേഴ്സ്, തിക്ക് അണ്ടർഗ്രോത്ത്, മോസ്, വാൻഡ ആൻഡ് സോ ഓൺ. ഡൈവേഴ്സ് ഫോണ. ഇനി ഇത്രയും പ്രത്യേകതകൾ ഞാൻ പറഞ്ഞു. കോങ്കോ റിവർ ബേസിൻ്റെ ഫീച്ചേഴ്സ്. എന്തായിരിക്കും ഈ സവിശേഷതകൾക്ക് കാരണം? വാട്ട് മേ ബി ദ കോസ് ഫോർ ദ പെക്യൂലിയാരിറ്റീസ് ഇൻ ദ കോങ്കോ ബേസിൻ? It is the proximity of this region to the equator that causes the climatic peculiarities in the Congo basin. എന്താണ്? ഭൂമധ്യരേഖയോട് അടുത്ത് കാണുന്ന പ്രദേശമായതുകൊണ്ടായിരിക്കാം ഇത്രയും സവിശേഷതകൾ ഈ കോങ്കോ റിവർ ബേസിനുള്ളത്. മനസ്സിലായോ? ഭൂമധ്യരേഖ അതായത് ഇക്വേറ്ററിന് അടുത്ത് കാണുന്ന പ്രദേശമായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഹൈ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറും ഹെവി റെയിൻഫോൾ, അതുപോലെ എന്താണ് അതിന് യോജിച്ച ജന്തുജാലങ്ങൾ, സസ്യജാലങ്ങളൊക്കെ കാണുന്നത്. ഇപ്പോൾ നമ്മൾ പഠിച്ചത് ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിൽ വരുന്ന കോങ്കോ ബേസിനാണ്. ആഫ്രിക്കൻ വൻകരയിൽ വരുന്ന കോങ്കോ നദീതീരത്തിലെ സവിശേഷതയാണ് പറഞ്ഞത്, അവിടെ താമസിക്കുന്ന പിഗ്മീസിനെ കുറിച്ച്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഭൂമധ്യരേഖയോട് അടുത്ത് കാണുന്നത് കൊണ്ടായിരിക്കാം ഇത്രയും സവിശേഷതകൾ ആ പ്രദേശത്തിനുള്ളത് എന്ന്. എങ്കിൽ ഭൂമധ്യരേഖയോട് അടുത്ത് കാണുന്ന ഇതേ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള മറ്റുള്ള കോണ്ടിനെൻറ്റ്സ് ഏതൊക്കെയാണ്? സൗത്ത് അമേരിക്ക, തെക്കേ അമേരിക്ക, അവിടുള്ള ആമസോൺ റിവർ ബേസിനാണ്. ഇവിടെ കോങ്കോ ബേസിൻ പറഞ്ഞതുപോലെ അവിടെ ആമസോൺ നദീതീരം. പിന്നെ ഏതാണ്? സൗത്ത് ഈസ്റ്റ് ഏഷ്യ, തെക്ക് കിഴക്കൻ ഏഷ്യയിലെ മലേഷ്യ ആൻഡ് ഇന്തോനേഷ്യ. മനസ്സിലായോ? സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസായ മലേഷ്യയും ഇന്തോനേഷ്യയും. അപ്പോൾ ഇക്വറ്റോറിയൽ റീജിയൻ അടുത്ത് സിമിലർ ക്യാരക്ടറിസ്റ്റിക്സോട് കൂടിയ കോണ്ടിനെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആഫ്രിക്കയിലെ കോങ്കോ ബേസിൻസ്, സൗത്ത് അമേരിക്കയിലെ ആമസോൺ റിവർ ബേസിൻ, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസായ മലേഷ്യ ആൻഡ് ഇന്തോനേഷ്യ. മനസ്സിലായോ? അപ്പോൾ ഈ കോണ്ടിനെൻറ്റ്സ് എല്ലാം, അതായത് ആഫ്രിക്കയും സൗത്ത് അമേരിക്കയും ഏഷ്യയും എല്ലാം ഡിഫറെൻറ്റ് കോണ്ടിനെൻറ്റ്സ് ആണ് അല്ലേ? ബട്ട് ദേ എക്സ്പീരിയൻസ് സിമിലർ ക്ലൈമറ്റ്. വൈ? എന്നാൽ അവിടെ സിമിലർ ക്ലൈമറ്റാണുള്ളത്. കാരണം എന്താ? നമ്മൾ പറഞ്ഞു ഇതെല്ലാം ഇക്വേറ്ററിന് അടുത്തായാണ് കാണുന്നത്, ഭൂമധ്യരേഖയോട് അടുത്ത് കാണപ്പെടുന്ന കോണ്ടിനെൻറ്റ്സ് ആണ്. അതുകൊണ്ടാണ് ഡിഫറെൻറ്റ് കോണ്ടിനെൻറ്റ്സ് ആയാലും സിമിലർ ക്ലൈമറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്നത്. ദീസ് പ്ലേസസ് ആർ ലൊക്കേറ്റഡ് ഇൻ ഡിഫറെൻറ്റ് കോണ്ടിനെൻറ്റ്സ് ബട്ട് ദേ എക്സ്പീരിയൻസ് സിമിലർ ക്ലൈമറ്റ്. വൈ? ദീസ് പ്ലേസസ് ആർ ലൊക്കേറ്റഡ് വെരി നിയർ ടു ദ ഇക്വേറ്റർ, സോ ദേ എക്സ്പീരിയൻസ് സിമിലർ ക്ലൈമറ്റ്. മനസ്സിലായോ? നമ്മൾ ഈ പഠിപ്പിക്കുമ്പോൾ മനസ്സിലാക്കി വെക്കേണ്ടത്, നമ്മളിപ്പോൾ ഒരു പ്രദേശത്തിൻ്റെ സവിശേഷതയാണ് പറയുന്നത്. നമ്മളിപ്പോൾ പഠിച്ച ആഫ്രിക്കയിലെ കോങ്കോ ബേസിന് സിമിലർ ആയിട്ടുള്ള പ്രദേശങ്ങൾ പഠിച്ചു. അത് ഏതൊക്കെ കോണ്ടിനെൻറ്റ്സിലാണ് വരുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് കോണ്ടിനെൻറ്റ്സ് ആയാലും സിമിലർ ക്ലൈമറ്റ് വരാനുള്ള കാരണം ഈ കോണ്ടിനെൻറ്റ്സ് എല്ലാം അല്ലെങ്കിൽ ഈ റീജിയൻസ് എല്ലാം വരുന്നത് ഇക്വേറ്ററിന് അടുത്തായിട്ടാണ്. അപ്പോൾ ഇക്വേറ്ററിന് അടുത്തായി കാണുന്നത് കൊണ്ടാണ് സിമിലർ ക്ലൈമറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്നത്. മനസ്സിലായല്ലോ? Name the other groups of people who have similar lifestyle as that of the pygmies in the Congo river basins. കോങ്കോ നദീതീരങ്ങളിൽ കാണുന്ന പിഗ്മീസിനെ പോലെ സിമിലർ ലൈഫ് സ്റ്റൈലുള്ള മറ്റുള്ള ഗ്രൂപ്പുകാർ ആരാണ്? മറ്റുള്ള വർഗ്ഗക്കാർ ആരൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ മറ്റുള്ള കോണ്ടിനെൻറ്റ്സിൽ താമസിക്കുന്ന, അതായത് ആമസോൺ റിവർ ബേസിനിൽ താമസിക്കുന്ന ഗോത്രവർഗ്ഗക്കാർ, ദ അബോറിജിനൽ ട്രൈബ്സ് ഓഫ് ആമസോൺ റിവർ ബേസിൻ, ദ സെമങ്സ് ഓഫ് മലേഷ്യ ആൻഡ് ദ കുബൂസ് ആൻഡ് ദയാക്സ് ഓഫ് ഇന്തോനേഷ്യ. ആമസോൺ റിവർ ബേസിനിൽ താമസിക്കുന്ന ഗോത്രവർഗ്ഗക്കാർ, മലേഷ്യയിലെ സെമങ്ങുകൾ, പിന്നെ എന്താണ്? ഇന്തോനേഷ്യയിലെ കുബൂസും ദയാക്സും. മനസ്സിലായോ? എന്തുകൊണ്ടാണ് ഇവർക്ക് സെയിം ലൈഫ് സ്റ്റൈൽ വന്നത്? നമ്മൾ പറഞ്ഞു മറ്റുള്ള കോണ്ടിനെൻറ്റ്സിലും സിമിലർ ക്ലൈമാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ ജനങ്ങളുടെ ലൈഫ് സ്റ്റൈലും സിമിലർ ആയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഹോട്ട് ആൻഡ് റെയിനി ലാൻഡിൽ വരുന്ന ജനങ്ങളുടെ ജീവിത രീതി, അവിടുത്തെ പ്രത്യേകതകൾ, പിന്നെന്താണ് ഇവിടുത്തെ കാലാവസ്ഥയും ജീവിത രീതിയുമായി സാമ്യമുള്ള മറ്റുള്ള പ്രദേശങ്ങൾ പഠിച്ചു. അപ്പോൾ എർത്തിൽ ഈ പ്ലേസിൻ്റെ എല്ലാം ലൊക്കേഷൻ എങ്ങനെയാണ്? അതിൻ്റെ ലൊക്കേഷൻ ബിറ്റ്വീൻ 10 ഡിഗ്രി നോർത്ത് ആൻഡ് 10 ഡിഗ്രി സൗത്ത് ഓഫ് ദ ഇക്വേറ്റർ. ദിസ് റീജിയൻ ഈസ് നോൺ ആസ് ദ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല. അപ്പോൾ
ഇക്വേറ്ററിന് അതായത് ഭൂമധ്യരേഖയ്ക്ക് 10 ഡിഗ്രി വടക്കും 10 ഡിഗ്രി തെക്കിനും ഇടയിലാണ് ഈ പ്ലേസസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് ഈ മേഖലയെ ഇക്വിറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ എന്ന് പറയുന്നു. വാട്ട് ഈസ് ഇക്വിറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ? ദ ക്ലൈമാറ്റിക് റീജിയൻ ലൊക്കേറ്റഡ് ബിറ്റ്വീൻ 10 ഡിഗ്രി നോർത്ത് ആൻഡ് 10 ഡിഗ്രി സൗത്ത് ഓഫ് ദ ഇക്വേറ്റർ ഈസ് നോൺ ആസ് ഇക്വിറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. ഭൂമധ്യരേഖയ്ക്ക് 10 ഡിഗ്രി നോർത്തിനും 10 ഡിഗ്രി സൗത്തിനും ഇടയിലായി വരുന്ന കാലാവസ്ഥാ മേഖലയെയാണ് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വിറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ, തുടക്കം മുതൽ ഇതുവരെയും പറഞ്ഞ കാര്യങ്ങളെല്ലാം വരുന്നത് ഇക്വിറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനിലാണ്. ഇക്വിറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനിൻ്റെ പ്രത്യേകത അവിടെ ഡെൻസ് ഫോറസ്റ്റ് ആണ്, നിബിഡ വനങ്ങളാണ്. അതുപോലെ ഹാർഡ് വുഡ് ട്രീസ് ആണ്, മഹാഗണി, എബണി, റോസ് വുഡ്, അങ്ങനെ ഹാർഡ് വുഡായ ട്രീസാണ് ഇവിടുത്തെ ഫോറസ്റ്റിലുള്ളത്. അപ്പോൾ ഇക്വിറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനിലെ ഫോറസ്റ്റ് എന്താണ്? ഡെൻസ് ഫോറസ്റ്റ് ആണ്. അതുപോലെ ഹാർഡ് വുഡ് ട്രീസായ മഹാഗണി, എബണി, റോസ് വുഡ് ഇതൊക്കെയാണ് കാണുന്നത്. അതുപോലെ ഇക്വിറ്റോറിയൽ എവർഗ്രീൻ ഫോറസ്റ്റ് ഉണ്ട്, ഭൂമധ്യരേഖ നിത്യഹരിത വനങ്ങൾ. മോർ ദാൻ 1000 സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ഗ്രോസ് ഡെൻസിലി ഇൻ എവരി സ്ക്വയർ കിലോമീറ്റർ ഏരിയ ഓഫ് ദ ഇക്വിറ്റോറിയൽ ഫോറസ്റ്റ് റീജിയൻ. ഭൂമധ്യരേഖ വനപ്രദേശങ്ങളിൽ 1 സ്ക്വയർ കിലോമീറ്ററിൽ തന്നെ മോർ ദാൻ 1000 സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ഉണ്ട്. 1000-ൽ കൂടുതൽ വർഗത്തിൽപ്പെട്ട ചെടികളാണ് കാണുന്നത്. മനസ്സിലായോ? 1 സ്ക്വയർ കിലോമീറ്ററിൽ തന്നെ മോർ ദാൻ 1000 സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ആണ് കാണുന്നത്. ഇതാണ് ഇക്വിറ്റോറിയൽ എവർഗ്രീൻ ഫോറസ്റ്റ്. ഈ എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറയാൻ കാരണം എന്താണ്? നിത്യഹരിത വനങ്ങൾ അല്ലേ? എപ്പോഴും ചെടിയിൽ പച്ചപ്പായിരിക്കും. കാരണം ദ ട്രീസ് ഇൻ ദീസ് ഫോറസ്റ്റ് ഡു നോട്ട് ഷെഡ് ദെയർ ലീവ്സ് ഓവിങ് ടു ഹൈ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ആൻഡ് കോപ്പിയസ് റെയിൻഫോൾ. ഉയർന്ന അന്തരീക്ഷ താപനിലയും കണ്ടിന്യൂസ് റെയിൻഫോൾ, തുടർച്ചയായ മഴയും കാരണം ആ ചെടികളിലെ ഇലയൊന്നും കൊഴിയില്ല. അപ്പോൾ എപ്പോഴും എന്തായിരിക്കും? പച്ചപ്പായിരിക്കും, നിത്യഹരിതമായിരിക്കും. അതുകൊണ്ടാണ് ഇവയെ നിത്യഹരിത വനങ്ങളെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങളുടെ പ്രധാന ഒക്കുപ്പേഷൻ അല്ലെങ്കിൽ അവരുടെ ജീവിത രീതി എങ്ങനെയാണ്? കളക്ടിങ് ഫോറസ്റ്റ് റിസോഴ്സസ് ഈസ് എ മേജർ ലൈവ്ലിഹുഡ് ഇൻ ദ ഇക്വിറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. ഇക്വിറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനിലെ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം എന്താണ്? കളക്ടിങ് ഫോറസ്റ്റ് റിസോഴ്സസ്, വനവിഭവങ്ങൾ കളക്ട് ചെയ്യുക. അതുപോലെ ധാരാളം ജന്തുജാലങ്ങളും ഈ വനങ്ങളിലുണ്ട്. ദ ഫോണ ഹിയർ ഈസ് ഡൈവേഴ്സ് വിത്ത് സൈമിയൻ സ്പീഷീസ് ലൈക്ക് ഏപ്സ്, ലെമേഴ്സ്, ഒറാൻഗുട്ടൻ, reptiles crawling from tree to tree, animals like hippopotamus and crocodile that mostly dwell in water, and birds like parrots and hornbills etc. എന്തൊക്കെയാണ്? ഫോണ എന്ന് വെച്ചാൽ ജന്തുജാലങ്ങൾ. പല സ്പീഷീസിലുമുള്ള ഏപ്സ്, ആൾക്കുരങ്ങുകൾ, ലെമർ, ഒറാൻഗുട്ടൻ, പിന്നെ എന്താണ്? മരങ്ങളിൽ നിന്നും മരങ്ങളിലേക്ക് ഇഴയുന്ന ഇഴജന്തുക്കൾ, വെള്ളക്കെട്ടുകളിൽ ജീവിക്കുന്ന ഹിപ്പോപ്പൊട്ടാമസ്, ക്രോക്കഡൈൽ, പിന്നെ ബേർഡ്സായ പാരറ്റ്സ്, ഹോൺബിൽ, വേഴാമ്പൽ, ഇതൊക്കെയാണ് അവിടുത്തെ ജന്തുജാലങ്ങൾ. അപ്പോൾ നമ്മൾ പഠിച്ച ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. ദ ഇക്വിറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ ഈസ് ജനറലി സ്പാഴ്സ്ലി ഇൻഹാബിറ്റഡ്. വൈ? ഇക്വിറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനിൽ ജനവാസം കുറവാണ്. എന്തുകൊണ്ട്? ദ ഇക്വിറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ 10 ഡിഗ്രി നോർത്ത് ആൻഡ് 10 ഡിഗ്രി സൗത്ത് ഓഫ് ദ ഇക്വേറ്റർ. സോ ഹൈ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ത്രൂ ഔട്ട് ദ ഇയർ ആൻഡ് ഡെയിലി ആഫ്റ്റർനൂൺ ഷവേഴ്സ് വിത്ത് തണ്ടർ ആൻഡ് ലൈറ്റനിങ് are experienced. Dense forest is another feature of this region. Because of these features, this region is sparsely inhabited. മനസ്സിലായോ? നമ്മൾ നേരത്തെ പറഞ്ഞു ഇക്വിറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ എന്ന് പറയുന്നത് ഇക്വേറ്ററിന് 10 ഡിഗ്രി നോർത്തിനും 10 ഡിഗ്രി സൗത്തിനും ഇടയിലാണ്. ഹൈ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറാണ്, വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ചൂട്, അതുപോലെ എന്താണ്? ഉച്ച കഴിഞ്ഞുള്ള ഇടിയും മിന്നലോട് കൂടിയ മഴ, ഇതൊക്കെ അവിടുത്തെ പ്രത്യേകതയാണ്. അതുപോലെ ഡെൻസ് ഫോറസ്റ്റ്, നിബിഡ വനവും അവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഇതൊക്കെ കാരണമാണ് ജനവാസം അവിടെ കുറവായി കാണുന്നത്. നൈം ദ ട്രീസ് ഫൗണ്ട് ഇൻ ദ ഇക്വിറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. ഏതൊക്കെയാണ് ഇക്വിറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനിൽ കാണുന്ന വനങ്ങൾ? ഹാർഡ് വുഡ് ട്രീസ് ലൈക്ക് മഹാഗണി, എബണി, റോസ് വുഡ് എക്സെട്ര. അടുത്ത ക്വസ്റ്റ്യൻ, ദറ്റ് ഫോറസ്റ്റ് ഇൻ ദ ഇക്വിറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ ആർ കോൾഡ് എവർഗ്രീൻ ഫോറസ്റ്റ്. വൈ? ഇക്വിറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനിലെ ഫോറസ്റ്റിനെ എവർഗ്രീൻ ഫോറസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. കാരണം എന്ത്? ദ ട്രീസ് ഇൻ ദ ഫോറസ്റ്റ് ഓഫ് ഇക്വിറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ ഡു നോട്ട് ഷെഡ് ദെയർ ലീവ്സ് ഡ്യൂ ടു ഹൈ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ആൻഡ് കോപ്പിയസ് റെയിൻഫോൾ. ഹെൻസ് ദീസ് ഫോറസ്റ്റ് ആർ കോൾഡ് ഇക്വിറ്റോറിയൽ എവർഗ്രീൻ ഫോറസ്റ്റ്. എന്താണ്? ഇക്വിറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനിൽ ഹൈ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറും
കണ്ടിന്യൂസ് റെയിൻഫോളും കാരണം ആ ട്രീസ് ഇല പൊഴിക്കുന്നില്ല. അതുകൊണ്ടാണ് ആ ഫോറസ്റ്റിനെ ഇക്വറ്റോറിയൽ എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? വാട്ട് ഈസ് ദ മെയിൻ ഓക്കുപ്പേഷൻ ഓഫ് ദ പീപ്പിൾ ഓഫ് ദ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ? ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനിലെ ജനങ്ങളുടെ പ്രധാന ഓക്കുപ്പേഷൻ എന്താണ്? കളക്ഷൻ ഓഫ് ഫോറസ്റ്റ് പ്രോഡക്ട്സ്, വനവിഭവങ്ങൾ ശേഖരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫോണ ഫൗണ്ട് ഇൻ ദ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ? ഇക്വറ്റോറിയൽ ക്ലൈമറ്റിൽ കാണുന്ന ഫോണ, ജന്തുജാലങ്ങൾ ഏതൊക്കെയാണ്? സൈമീൻ സ്പീഷീസ് ലൈക്ക് ഏപ്സ്, ലെമേഴ്സ്, ഒറാൻഗുട്ടൻ, റെപ്റ്റൈൽസ്, അനിമൽസ് ലൈക്ക് ഹിപ്പോപ്പൊട്ടാമസ് ആൻഡ് ക്രോക്കഡൈൽ, ബേർഡ്സ് ലൈക്ക് പാരറ്റ്സ്, ഹോൺബിൽസ് എക്സെട്ര. ഇനി മോസ്റ്റ് ഓഫ് ദ അനിമൽസ് ഇൻ ഇക്വറ്റോറിയൽ റീജിയൻ ആർ ട്രീ ഡൊല്ലേഴ്സ്. വൈ? ഈ ഇക്വറ്റോറിയൽ റീജിയനിൽ കാണുന്ന മിക്ക അനിമൽസും മരങ്ങളിൽ താമസമാക്കുന്നവരാണ്. അതായത് മരങ്ങളിലാണ് കാണുന്നത്. എന്തുകൊണ്ടാണ്? നമ്മൾ പറഞ്ഞു ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനിലെ ഫോറസ്റ്റ് എങ്ങനെയാണ്? ഡെൻസ് ഫോറസ്റ്റ് ആണ്, നിബിഡ വനമാണ്. അതുപോലെ എന്താണ് അവിടുത്തെ ഫോറസ്റ്റ്? എവർഗ്രീൻ ഫോറസ്റ്റ് ആണ്, അല്ലേ? ഇല പൊഴിക്കാത്ത എവർഗ്രീൻ ഫോറസ്റ്റ് ആണ്. അതുപോലെ വനവിഭവങ്ങൾ ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ മരങ്ങളിൽ അധിവസിക്കുന്നതാണ് ജന്തുജാലങ്ങൾക്ക് സൗകര്യം. അപ്പോൾ എന്ത് പറയാം? മോസ്റ്റ് ഓഫ് ദ അനിമൽസ് ഇൻ ഇക്വറ്റോറിയൽ റീജിയൻ ആർ ദ ട്രീ ഡൊല്ലേഴ്സ്. വൈ? The equatorial climatic region is characterized by dense forest with hardwood trees like mahogany, ebony, rosewood, etc. The trees in these forests do not shed their leaves owing to high temperature and copious rainfall. The fauna here is diverse like apes, lemur, orangutan, reptiles crawling from tree to tree. They get food from the trees themselves. അതുപോലെ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനിലെ എല്ലാ പ്ലേസസും ഡെൻസ് ഫോറസ്റ്റ് അല്ല, വനനിബിഡമല്ല. ഇതേ കാലാവസ്ഥ മേഖലകളായ ബ്രസീൽ, മലേഷ്യ, ഇന്തോനേഷ്യ, അവിടെ എല്ലാം അഗ്രികൾച്ചർ, മൈനിങ്, ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് എല്ലാം നല്ലവണ്ണം നടക്കുന്നുണ്ട്. ദീസ് പ്ലേസസ് ഹാവ് ബീൻ ട്രാൻസ്ഫോംഡ് ഇൻ ടു ബിഗ് സിറ്റീസ്. ഈ സ്ഥലങ്ങളൊക്കെ വലിയ വലിയ സിറ്റീസായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ എന്താ? Which places in the equatorial climatic region have been transformed into big cities? ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനിൽ വരുന്ന ഏതൊക്കെ പ്ലേസസ് ആണ് ബിഗ് സിറ്റീസായി മാറിക്കൊണ്ടിരിക്കുന്നത്? ബ്രസീൽ, മലേഷ്യ ആൻഡ് ഇന്തോനേഷ്യ. ഇനി നമ്മൾ നോക്കുന്നത് ബയോഡൈവേഴ്സിറ്റി ഇൻ ദ ആമസോൺ ബേസിൻ. സൗത്ത് അമേരിക്കയിലെ ആമസോൺ ബേസിനിലെ ജൈവ വൈവിധ്യത്തെക്കുറിച്ചാണ്. വേൾഡ്സ് മോസ്റ്റ് എക്സ്പാൻസീവ് റെയിൻ ഫോറസ്റ്റ് റിച്ച് ഇൻ ബയോഡൈവേഴ്സിറ്റി ബിലോങ് ടു ദ ആമസോൺ റിവർ ബേസിൻ സൗത്ത് അമേരിക്ക. നമ്മൾ നേരത്തെ പറഞ്ഞു സൗത്ത് അമേരിക്കയിലെ ആമസോൺ റിവർ ബേസിൻസ്, അല്ലേ? ഈ ആമസോൺ റിവർ ബേസിൻ ഏത് കോണ്ടിനെൻറ്റിലാണ് പറഞ്ഞത്? സൗത്ത് അമേരിക്ക. ഏത് റീജിയനിലാണ്? ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും വലിയ റെയിൻ ഫോറസ്റ്റ് ആണ്, മഴക്കാടാണ്. ഇനി ഈ ആമസോൺ റിവർ ബേസിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? വെരി ഹൈ ഡേ ടെമ്പറേച്ചർ ആൻഡ് അബണ്ടൻറ്റ് റെയിൻ ഫോസ്റ്റർ ദ റീജിയൻസ് റിച്ച് ബയോഡൈവേഴ്സിറ്റി. Innumerable species of vegetation ranging from tall hardwood trees to moss are the specialties of the region. Infinite species of microorganisms, insects, different types of monkeys, amphibians, reptiles, birds also add to the biodiversity of this basin. ഇവിടുത്തെ പ്രത്യേകത എന്തൊക്കെയാണ്? ഏറ്റവും വലിയ റെയിൻ ഫോറസ്റ്റ് ആണ്, പിന്നെന്താ ഹൈ ടെമ്പറേച്ചർ, പിന്നെ റെയിൻഫോൾ ഉണ്ട്, പിന്നെ റിച്ച് ബയോഡൈവേഴ്സിറ്റി ജൈവ വൈവിധ്യം കൊണ്ട് സമ്പന്നമാണ്. ഒരുപാട് തരത്തിലുള്ള സസ്യജാലങ്ങൾ, ഹാർഡ്വുഡ് ട്രീസ് മുതൽ പായൽ സസ്യങ്ങൾ വരെയുണ്ട്. അതുപോലെ മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്, സൂക്ഷ്മജീവികൾ, ഇൻസെക്ട്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മങ്കീസ്, ആംഫീബിയൻസ്, റെപ്റ്റൈൽസ്, ഉരകങ്ങൾ, ബേർഡ്സ്, ഇതെല്ലാം അവിടുത്തെ പ്രത്യേകതകളാണ്. ഇതിൽ നിന്നും ഇവിടുത്തെ ക്ലൈമറ്റ് ഏതാണെന്ന് ചോദിച്ചാലോ, ജന്തുജാലങ്ങൾ ഏതെന്ന് ചോദിച്ചാലോ, സസ്യവർഗത്തെപ്പറ്റി ചോദിച്ചാലോ നിങ്ങൾക്ക് ആൻസർ എഴുതാം. അത് ഞാൻ പ്രത്യേകം തരുന്നില്ല, എല്ലാം ഇതിൽ തന്നെയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഹോട്ട് ആൻഡ് റെയിനി ലാൻഡ്സിൽ വരുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഹോട്ട് ആൻഡ് റെയിനി ലാൻഡിൻ്റെ ലൊക്കേഷൻ അല്ലെങ്കിൽ പൊസിഷൻ ബിറ്റ്വീൻ 10 ഡിഗ്രി നോർത്ത് ആൻഡ് 10 ഡിഗ്രി സൗത്ത് ഓഫ് ദ ഇക്വേറ്റർ. അതിനെ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ എന്ന് പറയും. അവിടുത്തെ ജനവിഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനിൽ വരുന്ന ജനവിഭാഗങ്ങളാണ് പിഗ്മീസ് ഇൻ ദ കോങ്കോ ബേസിൻ, സെമാങ്സ് ഓഫ് മലേഷ്യ, കുബൂസ് ആൻഡ് ദയാക്സ് ഓഫ് ഇന്തോനേഷ്യ. പിന്നെ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനിൽ വരുന്ന മറ്റൊരു പ്രത്യേകതയാണ് എവർഗ്രീൻ ഫോറസ്റ്റ്, അല്ലേ? അവിടുത്തെ ട്രീസ് ഏതൊക്കെയാണ്? ഹാർഡ്വുഡ് ട്രീസായ മഹാഗണി, എബണി, റോസ്വുഡ്. അവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണ്? ഹൈ ടെമ്പറേച്ചർ, ഡെയിലി ആഫ്റ്റർനൂൺ ഷവേഴ്സ് വിത്ത് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്. മനസ്സിലായോ? പിന്നെ കോങ്കോ ബേസിൻസിൽ കാണുന്ന പിഗ്മീസിലെ ജീവിത രീതി പഠിച്ചു. പിന്നെ ഈ റീജിയനിൽ വരുന്ന
ജന്തുജാലങ്ങൾ ഏതൊക്കെയാണ്, അവർക്ക് ആ ഫോറസ്റ്റിൽ ജീവിക്കാനുള്ള അനുകൂല സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡ്രൈ സാൻഡി സ്ട്രെച്ചസ് പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് അമ്മൂസ് ലേണിംഗ്.